കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന ചർച്ചയാണ് നമ്മുടെ നാട്ടിൽ എല്ലാ തലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ് KC ആണോ RC ആണോ VC ആണോ എന്ന ചർച്ച. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗന്ദര്യമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ശേഷം റിസൾട്ട് വരുമ്പോഴും ആ സൗന്ദര്യം ഒന്നുകൂടെ നമുക്ക് ബോധ്യപ്പെടാറുണ്ട്. ആ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം പലപ്പോഴും നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തനിമയോടുകൂടെ ഒരു പരിധിവരെ എന്നും കേരളം, നമ്മുടെ നാട് മുന്നിൽ നിൽക്കുകയാണ്. കാരണം ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം തിരഞ്ഞെടുപ്പാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് എപ്പോഴാണ്? റിസൾട്ട് വരുമ്പോഴാണ്. റിസൾട്ടിലൂടെ നമുക്കെന്ത് ബോധ്യപ്പെടുന്നു? അധികാരത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് അത് ജനങ്ങളുടെ കയ്യിലാണ് എന്ന് വീണ്ടും വീണ്ടും നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്നവരെയും ഭരിക്കാൻ ആഗ്രഹിക്കുന്നവരെയും ഒക്കെ, ഭരിച്ചവരെയും ഇനി ഭരണത്തിലേക്ക് വരുന്നവരെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കേരളത്തോടൊപ്പം ബംഗാളിലും ആസാമിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടന്നു. പക്ഷെ ചിലയിടങ്ങളിലെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് തുടങ്ങിയ അടിയും പിടിയും കലാപവും റിസൾട്ട് വന്ന് ഒരാഴ്ചയിലേക്ക് കടക്കുമ്പോഴും അവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. തോറ്റവർ തോൽവി സമ്മതിക്കാനും, അല്ല അധികാരം ലഭിച്ചവരുടെ അധികാരത്തിന് ജനാധിപത്യത്തിൻ്റെ ഫലമുണ്ടെന്ന് സമ്മതിക്കാനൊന്നും അവർ തയ്യാറല്ല. അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും. പക്ഷെ കേരളത്തിൻ്റെ ഒരു സൗന്ദര്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഭരിച്ചവർക്ക് പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ അവർ പോലും പ്രതീക്ഷിക്കാത്ത പരാജയമായിപ്പോയി. കാരണം ജയിച്ചവരുടെ ഭൂരിപക്ഷം ഇത്ര വലിയ മാർജിനിലാകുമെന്ന് അവരാരും, ഭരിക്കുന്നവർ പോലും യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം തോറ്റവരെന്താ പറയുന്നത്? അവർ തോൽവി സമ്മതിക്കാതിരിക്കുന്നില്ല. തോൽവി സമ്മതിക്കുക മാത്രമല്ല, നമ്മൾ തെറ്റുതിരുത്തി തിരിച്ചു വരുമെന്ന ഒരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഭരണം കയ്യിൽ കിട്ടിയ ആളുകൾ എന്താണ് പറയുന്നത്? ഞാനിത് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമെന്ന തെരഞ്ഞെടുപ്പിൻ്റെ സൗന്ദര്യം ഈ തെരഞ്ഞെടുപ്പ് വേളയിലും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് ശേഷവും കേരളത്തിൽ വളരെ പ്രകടമാണ്. അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഇനിയും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് വേളയിൽ സ്വാഭാവികമായും സംവാദങ്ങളും ചിലപ്പോഴെങ്കിലും ചെറിയ പരിധി വിടലുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ എപ്പോഴും പ്രതിപക്ഷ ഭരണപക്ഷ ബഹുമാനം നിലനിൽക്കുന്നൊരു നാടാണ്. അത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യ. അതൊരു പക്ഷേ കേരളം വിട്ടാൽ ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ തന്നെ, ദക്ഷിണേന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയാം, എന്നാലും അതും എത്രമാത്രം നമുക്ക് പറയാൻ പറ്റും. അത് തെരഞ്ഞെടുപ്പ് വേളയിലും തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. റിസൾട്ട് വന്നതിന് ശേഷം ഭരിക്കാൻ പോകുന്ന മുന്നണിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് AK ആന്റണി പറഞ്ഞൊരു വാക്കുണ്ട്: ഭരണം നഷ്ടപ്പെട്ട ഇടതുപക്ഷം നശിക്കണമെന്നൊരിക്കലും നമുക്ക് ആഗ്രഹമില്ല. അവർ ശക്തമായി തിരിച്ചു വരണം. കാരണം അത് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. അത് കേട്ടപ്പം വല്ലാത്ത സന്തോഷം തോന്നി. അതാണ് യാഥാർത്ഥ്യം. അതേസമയത്ത് കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊന്നും നമുക്ക് അങ്ങനെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറയുന്നത്, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി ആരാണ് എന്ന് ചർച്ച ചെയ്യപ്പെടും. സ്വാഭാവികമാണ്. മുഖ്യമന്ത്രി കസേരയ്ക്ക് യോഗ്യരായ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അവിടെയും ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം പ്രകടമാവണം. അതിൻ്റെ ഭാഗമായിരിക്കാം അധികാരം കിട്ടിയ ആളുകൾ ഈ മുഖ്യമന്ത്രിയെ സെലക്ട് ചെയ്യാൻ, തെരഞ്ഞെടുക്കാനും അർഹരായ ആളുകളുടെ അഭിപ്രായം ആരായുന്നത്. ആ അഭിപ്രായം ആരായുന്നതും ഒരു ജനാധിപത്യത്തിൻ്റെ സ്വഭാവമാണ്. അതൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്തമുള്ള ആളുകൾ ആരാണ് മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തെരുവിൽ അതിൻ്റെ പേരിൽ ഒരു കലാപമോ സംഘർഷമോ അല്ലെങ്കിൽ പരസ്പരം പഴിചാരലോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സൗന്ദര്യത്തിനൊക്കെ മങ്ങലേൽക്കുമെന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്.
ഒരു അധികാരത്തിന് വേണ്ടി അധികാര കസാരയിൽ ഇരിക്കാൻ പറ്റിയ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവാം. ആ ആളുകളിൽ ഒരേ യോഗ്യതയുള്ളവരുണ്ടാവാം, ചില മികവുകളുണ്ടാവാം. ആ മികവുള്ള ആളുകളെ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചർച്ച ചെയ്ത് ജനാധിപത്യ സ്വഭാവത്തോടുകൂടെ തെരഞ്ഞെടുക്കണം. പക്ഷെ അധികാര കൊതി എന്ന് പറയുന്നത്, അധികാരത്തോടുള്ള ആർത്തി എന്ന് പറയുന്നത്, അത് പൊതുവെ മനുഷ്യ സഹജമായി എല്ലാ കാലത്തും ഉള്ളതാണ്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പൊതുവെ നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുമ്പോഴേക്കും ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ആളുകൾ കാട്ടിക്കൂട്ടുന്ന അല്ലെങ്കിൽ എന്താ അതിന് പറയാ, എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടാറുള്ളത്. തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു ഇടത്തിൽ പോലും മത്സരിക്കാൻ എനിക്കൊരു ഇടം കിട്ടുമോ എന്ന് അന്വേഷിച്ച് അതിനുവേണ്ടി അധ്വാനിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ചിലവരൊക്കെ പറയും ഞാനൊരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ് എന്ന്. അങ്ങനെ മാത്രം നമുക്കതിനെപ്പറ്റി ധരിക്കാൻ പറ്റില്ല. കാരണം മനുഷ്യ സഹജമായി അധികാരത്തോട് മനുഷ്യന്റെ കൊതി, സ്ഥാനമാനങ്ങളോടുള്ള മനുഷ്യന്റെ അത്യാഗ്രഹം, അത് വലിയ അപകടകരമായ ഒരു ദുരന്തം വിളിച്ചു വരുത്തുമെന്ന് മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. യോഗ്യരായ ആളുകൾക്ക് വേണ്ടി പല ആളുകളും വാദിക്കുന്നതൊന്നും തെറ്റല്ല. പക്ഷേ ആരാണ് യോഗ്യരെന്ന് മനസ്സിലാക്കി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയും അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം എത്ര ഭൂരിപക്ഷത്തിന് അധികാരത്തിലേക്ക് എത്തിയ ഭരണാധികാരികളിൽ നിന്നും പ്രജകളായ ജനങ്ങൾക്ക് കൂടുതൽ നന്മ ലഭിക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കരുത്. ഞാൻ പറയുന്നത്, തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു വാർഡിലോ ഒരു മണ്ഡലത്തിലോ മത്സരിക്കാൻ വേണ്ടി പല ആളുകളും പലപ്പോഴും വലിയ ത്യാഗം ചെയ്യുന്നത്, അതിനുവേണ്ടി വലിയ സമ്പത്ത് ചെലവഴിക്കുന്നത് കേവലം അച്ചടക്കമുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് മാത്രമൊന്നും ആണെന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല മനുഷ്യന്മാര്. മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, മാ ദിഇബാനി ജാഇആനി ഉർസിലാ ഫീ ഗനമിൻ ബിഅഫ്സദ ലഹാ മിൻ ഹിർസിൽ മർഇ ലിൽ മാലി വശറഫി ലിദീനിഹി. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം തുർമദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു വിശന്നു വലഞ്ഞ രണ്ട് ചെന്നായ, ആ ചെന്നായയെ ഒരു ആടിന്റെ അടുത്തേക്ക് അഴിച്ചുവിട്ടാൽ ആ ചെന്നായയിൽ നിന്ന് ആ ആടിനുണ്ടാകുന്ന ഉപദ്രവത്തെക്കാളും വലിയ ഉപദ്രവമാണ് മനുഷ്യന് സമ്പത്തിനോടും സ്ഥാനമാനങ്ങളോടും അധികാരത്തോടുമുള്ള ആർത്തി കൊണ്ട് ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്, ഐഡന്റിറ്റിക്ക്, അവന്റെ അന്തസ്സിന്, അവന്റെ ധാർമ്മികതക്ക് അപായമുണ്ടാക്കുക എന്നാണ് ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനത്തിന്റെ ആശയം. എന്തൊരു ഭംഗിയായിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി അധികാരത്തോടുള്ള, സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി അതുണ്ട് ഇന്ന് മനുഷ്യർക്ക്. കാരണം തന്റെ ഫോട്ടോ സ്റ്റുഡിയോയിൽ ചെന്ന് മേക്കപ്പ് ചെയ്ത് ഭംഗിയുള്ള ഒരു ഫോട്ടോ എടുത്ത് അത് ഫ്ലെക്സായും കട്ടൗട്ടുകളായും തെരുവുകളിൽ 1, 2, 3 മാസം ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെട്ടാൽ അത് തന്നെ ഏറ്റവും വലിയ വിജയമായി, തോറ്റാലും വലിയ ആനന്ദമായി, വലിയ ഒരു ലഹരിയായി കാണുന്ന മനോഭാവം കൂടെയാണ് പലപ്പോഴും പല ആളുകൾക്കും ഇതിനോടൊക്കെയുള്ള വലിയ താല്പര്യമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്ന അധികാരത്തോടുള്ള കൊതി ഇല്ലാത്തവർ ഭരിക്കണം. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഖിലാഫത്ത് ലഭിച്ച സമയത്ത് മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ചുകൊണ്ട് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഉപദേശങ്ങളൊക്കെ കൊടുത്തപ്പോ, നിങ്ങളുടെ ഉപദേശപ്രകാരം അതിനർഹരായി അധികാരം കൈയാളാൻ പറ്റിയ ആളുകളുണ്ടോ, നിങ്ങൾ അതിന് യോഗ്യനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളും എന്നെ സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? എൻ്റെ കീഴിൽ എനിക്ക് സഹായിയാകുന്നൊരു മന്ത്രിയാവണം. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അതുമാത്രം എന്നോട് പറയരുത്, എന്നെ നിങ്ങൾ ഫിത്നയിലാക്കരുത്, എന്നെ നിങ്ങൾ പരീക്ഷിക്കരുത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സിറിയയിലെ ഹിംസ് എന്ന് പറയുന്ന, ഇന്നും ഹിംസ് എന്നൊരു പ്രവിശ്യയുണ്ട് സിറിയയിൽ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിക സാമ്രാജ്യം, വിശാലമായ ആ സാമ്രാജ്യത്തിന്റെ ഒരു പ്രവിശ്യയുടെ ഗവർണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ റബ്ബർ സ്റ്റാമ്പ്, അല്ല അങ്ങനെ പറയാറുണ്ടല്ലോ,
ഒരു അധികാരവുമില്ലാത്ത ഉപചാരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഗവർണറല്ല. പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനമുള്ള ഭരണകാര്യങ്ങളിൽ എല്ലാത്തിനും ഇടപെടാൻ പറ്റുന്ന ഒരു അധികാരയന്ത്രമാണ് അന്നത്തെ ഗവർണറെങ്കിൽ ആ ഹിംസിന്റെ ഗവർണർ പദവി കൊടുത്തപ്പോഴാണ് പറഞ്ഞത്, എന്നെ നിങ്ങൾ ഫിത്നയിലാക്കരുത്. കോപാകുലനായിട്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത് അടിച്ചേൽപ്പിക്കുന്നത്. അങ്ങനെ അടിച്ചേൽപ്പിച്ച് കുറച്ച മാസങ്ങൾ പിന്നിട്ടപ്പോ ഹിംസിൽ നിന്ന് ചില ആളുകൾ, ഷാമിൽ നിന്ന് ചില ആളുകൾ അമീർ ഖലീഫയെ സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിൽ ദരിദ്രരായ ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ദരിദ്രരായ ആളുകളുടെ ലിസ്റ്റ് തരാൻ പറഞ്ഞപ്പോ ഫുലാൻ ബിനു ഫുലാൻ, ഫുലാൻ ബിനു ഫുലാൻ, ഇന്നയാളെ മകൻ, ഇന്നയാൾ എന്നിങ്ങനെ നമ്പറിട്ട് ഓരോരുത്തരുടെ ലിസ്റ്റ് വായിച്ച് ഇങ്ങനെ എണ്ണി എണ്ണി പോകുമ്പോണ്ട് സഈദ് എന്ന്. ആരാണ് ഈ സഈദ് എന്ന് ചോദിച്ചു. ഇത് ഞങ്ങളുടെ അമീറാണ്, അഥവാ നമ്മുടെ ഗവർണറാണ്. നിങ്ങളുടെ ഗവർണർ ഫക്കീറാണോ? അതെ, നമ്മുടെ ഗവർണർ ഫക്കീറാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞ് കണ്ണുനീർ താടിരോമങ്ങളിലൂടെ താഴോട്ടുറ്റി വീഴാൻ തുടങ്ങി. കാരണം അധികാരം ഏൽപ്പിച്ചപ്പോ നിർബന്ധിതനായി മാത്രം ഏറ്റെടുത്ത ഒരു ഭരണാധികാരി ആ രാജ്യത്തെ ദരിദ്രരുടെ കൂട്ടത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന തലത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഭരണാധികാരി ആരായിരിക്കും? അത് അധികാരത്തിന് വേണ്ടി ആർത്തിയില്ലാത്ത, അതിനുവേണ്ടി ആഗ്രഹിക്കാത്ത, അതിനുവേണ്ടി പലതും ചെയ്തു കൂട്ടാത്ത ആളുകളായിരിക്കും സഹോദരന്മാരെ. അതുകൊണ്ട് ഞാൻ ആരെയെങ്കിലും ഉദ്ദേശിച്ച് പറയുകയല്ല. നമ്മുടെ സമൂഹത്തിൽ നിന്ന് അധികാരത്തോടുള്ള ഈ ഭ്രമവും അല്ലെങ്കിൽ അധികാരം ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നവരും വർദ്ധിച്ചു വരുന്ന ഒരു കാലത്ത് ജനാധിപത്യ മര്യാദ പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിക്ക് എല്ലാവരും പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ 100-ലേറെ സീറ്റ് കൊടുത്ത് അധികാരത്തേറ്റിയ ഒരു ഭരണകൂടത്തിൽ നിന്ന് ധാരാളം പ്രതീക്ഷിക്കുന്നുണ്ടാകും. ആ പ്രതീക്ഷത്തോടൊപ്പം ഉയരുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കണം. കുല്ലുക്കും റായി കുല്ലുക്കും മസ്ഊലുൻ അൻ റഈയ. മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി വലിയ ഭൂരിപക്ഷത്തിൽ MLA സ്ഥാനത്തേക്കും മന്ത്രിയായൊക്കെ വരുന്ന ആളുകൾ ചിന്തിക്കണം. ഒരു മതവിശ്വാസിയാണെങ്കിൽ, പരലോക വിശ്വാസിയാണെങ്കിൽ, ഇനി പരലോക വിശ്വാസിയല്ല എന്ന് വിചാരിക്കുക, തിരുനബി പറയുന്നുണ്ട് കുല്ലുക്കും റായി കുല്ലുക്കും മസ്ഊലുൻ അൻ റഈയ. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളുകളൊക്കെ ചോദ്യം ചെയ്യപ്പെടും. ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 2 ചോദ്യത്തെ അവൻ ഭയപ്പെടണം. ഒന്ന് പരലോകത്തെ ചോദ്യത്തെയും, ഒന്ന് ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഈ മതവും പരലോകമൊന്നും ഇല്ലാത്തവർക്കും ജനങ്ങളുടെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുമെന്ന് ഉത്തരവാദിത്തമെന്ന ബോധ്യമാണ് ഓരോ തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടും നമുക്ക് നൽകുന്ന പാഠമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നല്ലത് ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.